മൊഡ്യൂൾ 5 സ്പെസിഫിക് എനർജി എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം. നമ്മൾ ഡാറ്റം ലൈൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്, ചാനൽ ബോട്ടം വരച്ചിട്ടുണ്ട്. അപ്പം ഡാറ്റത്തിൽ നിന്ന് ചാനൽ ബോട്ടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെഡ് ആയിട്ടും ചാനൽ ബോട്ടം ടു HGL വരെയുള്ള ഡിസ്റ്റൻസ് Y, പ്രഷർ ഹെഡ് Y ആയിട്ട് എടുത്തിട്ടുണ്ട്. HGL ടു ടോട്ടൽ എനർജി ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് V²/2G. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ബെർണോൾസ് ഇക്വേഷൻ ദ മെക്കാനിക്കൽ എനർജി ഇസ് സെയിം അറ്റ് ഓൾ സെക്ഷൻസ്. സോ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? Z+Y + V²/2G എന്ന് എഴുതാം. ഇനി നമ്മളിവിടെ ചാനൽ ബെഡ് എന്ന് പറയുന്നതാണ് ബോട്ടമായിട്ട് എടുക്കുന്നത്. ചാനൽ ബെഡാണ് നമ്മൾ ഡാറ്റമായിട്ട് എടുക്കുന്നത്. സ്പെസിഫിക് എനർജി കണ്ടുപിടിക്കുന്ന നേരത്ത് നമ്മൾ ചാനൽ ബോട്ടമാണ് ഡാറ്റമായിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ചാനൽ ബോട്ടം ഡാറ്റമായിട്ട് എടുക്കുമ്പോൾ ഈ Z എന്ന് പറയുന്നത് =0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനിൽ Z ടേം എന്ന് പറയുന്നത് 0 ആവും. അപ്പോൾ ഇക്വേഷൻ E = Y + V²/2G ആവും. ദാറ്റ് ഈസ് E എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ നമ്മളതിനെ സ്പെസിഫിക് എനർജി എന്ന് വിളിക്കും. എന്ന് പറയുന്നത് ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഓർ സ്പെസിഫിക് എനർജി. സ്പെസിഫിക് എനർജിയുടെ ഡെഫിനിഷൻ നോക്കാം. സ്പെസിഫിക് എനർജി ഓഫ് എ ഫ്ലോയിങ് ലിക്വിഡ് ഇസ് ഡിഫൈൻഡ് ആസ് ദി എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് വിത്ത് റെസ്പെക്ട് ടു ദി ബോട്ടം ഓഫ് ചാനൽ. ബോട്ടം ഓഫ് ചാനലാണ് നമ്മളിവിടെ ഡാറ്റമായിട്ട് എടുക്കുന്നത്. ഓക്കെ, യൂണിഫോം ഫ്ലോൻ്റെ കേസിൽ സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് ആ ഒരു ചാനൽ ലെങ്ത്തിന് അലോങ് കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് സ്പെസിഫിക് എനർജി കർവ്. എന്താണ് സ്പെസിഫിക് എനർജി കർവ് എന്ന് നോക്കാം. ദ കർവ് ഷോയിങ് ഗ്രാഫിക്കലി ദി വേരിയേഷൻ ഓഫ് സ്പെസിഫിക് എനർജി വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് ഓഫ് ഫ്ലോ ഫോർ എ ഗിവൺ ചാനൽ സെക്ഷൻ ആൻഡ് ഡിസ്ചാർജ് ഇസ് നോൺ ആസ് സ്പെസിഫിക് എനർജി കർവ്. നമ്മുടെ സ്പെസിഫിക് എനർജി = Y + V²/2G ആണ്. ഇതിൽ V² എന്ന് പറയുന്നത് നമുക്ക് Q = AV, അതിൽ V എന്ന് പറയുന്നത് Q/A. അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ E = Y + Q²/2G × A. ഇതിൽ ഈ എല്ലാ ടേംസും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്, വേരിയിങ് അല്ല. അപ്പോൾ ഇവിടെ സ്പെസിഫിക് എനർജി E എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ഓഫ് ഡെപ്തിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന വേരിയേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാവും സ്പെസിഫിക് എനർജിയിലും വേരിയേഷൻ ഉണ്ടാവുക. From above equation, for a given channel section and discharge, the specific energy is a function of depth of flow only. Specific energy എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോൻ്റെ ഫംഗ്ഷൻ മാത്രമാണ്. ഡെപ്ത് ഓഫ് ഫ്ലോയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ചിട്ടാണ് സ്പെസിഫിക് എനർജിയിലും വേരിയേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് X ആക്സിസിലും അതുപോലെ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് Y ആക്സിസിലും എടുത്തിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഗ്രാഫിനെയാണ് നമ്മൾ സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഹെൻസ് ഫോർ എ ഗിവൺ ഡിസ്ചാർജ് ആൻഡ് ചാനൽ സെക്ഷൻ ഫോർ ഡിഫറെൻറ്റ് ചാനൽ ഡെപ്ത് the corresponding value of specific energy is obtained. Then a graph is plotted between specific energy on x-axis and depth on flow on y-axis may be plotted. Such graph is called specific energy curve. അപ്പോൾ സ്പെസിഫിക് എനർജി കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പെസിഫിക് എനർജി X ആക്സിസിലും ഡെപ്ത് ഓഫ് ഫ്ലോ Y ആക്സിസിലും പ്ലോട്ട് ചെയ്തിട്ട് വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്പെസിഫിക് എനർജി കർവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു സ്പെസിഫിക് എനർജി കർവ് ആണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് E = Y + V²/2G ആണ്. അതിനെ നമ്മളെങ്ങനെ എഴുതുന്നു? E = E1 + E2. E1 എന്ന് പറയുന്നത് Y, E2 എന്ന് പറയുന്നത് V²/2G. അപ്പോൾ നമ്മൾ E = E1 + E2. അപ്പോൾ ഈ സ്പെസിഫിക് എനർജി കർവ് വരയ്ക്കുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ ഈ ഒരു ലൈൻ കണ്ടോ, E1 = Y, ഈ ഒരു കർവാണ് വരയ്ക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് എനർജി കർവ് മേ ബി ഒബ്റ്റെയിൻഡ് ആസ് ഫോളോസ്. Draw a line E = E1 = Y, which will be a straight line passing through the origin and making an angle 45 degree with x-axis. അപ്പോൾ നമ്മൾ സ്പെസിഫിക് എനർജി കർവ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഒരു ലൈൻ വരയ്ക്കും. E = E1 = Y. നമ്മുടെ സ്പെസിഫിക് എനർജി E എന്ന് പറയുന്നത് E1 ഈക്വലായിട്ടാണ് Yക്ക് ഈക്വലായിട്ടൊരു കർവ് വരയ്ക്കും, ഒരു ലൈൻ വരയ്ക്കും. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഈ ബ്ലാക്ക് ഇങ്കായിട്ട് വരച്ചിരിക്കുന്ന ലൈനാണത്. ആ ഒരു ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ ഡ്രോ അനദർ കർവ് ഓഫ്
ഫോർ കൈനറ്റിക് ഹെഡ്. നമ്മുടെ ഇക്വേഷനിൽ ഇ എന്ന് പറയുന്നത് നമ്മൾ E1 + E2 എന്ന് എഴുതി. അതിൽ E1 = y ആണ്. ആ ഒരു ലൈനാണ് ഈ വരച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ടേം, ദാറ്റ് ഈസ് E2. എന്നാൽ വെലോസിറ്റി ഹെഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കർവ് വരച്ചു. ആ കർവ് എന്ന് പറയുന്നത് എന്താ? ദെൻ ഡ്രോ അനദർ കർവ് ഫോർ കൈനറ്റിക് ഹെഡ് അലോൺ. എന്നാൽ E = E2 = v²/2g which is equal to q²/2g which will be a parabola. അതൊരു പരാബോള ആയിരിക്കും. ഈ ഒരു ബ്ലൂ ഇങ്കിലായിട്ട് വരച്ചിരിക്കുന്ന കർവാണ് E2 = v²/2gയുടെ. ആ കർവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പരാബോള ആയിട്ടാണ് കർവ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ദ സ്പെസിഫിക് എനർജി കർവ്. എന്നാൽ കർവ് ACB ഇസ് ഒബ്റ്റെയിൻഡ് ആഡിങ് വെലോസിറ്റി ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ്. നമുക്കറിയാം E എന്ന് പറയുന്നത് വെലോസിറ്റി ഹെഡ് പ്ലസ് പ്രഷർ ഹെഡാണ്. അപ്പോൾ ആ ഒരു കർവ്, സ്പെസിഫിക് എനർജി കർവ് കിട്ടുന്നത് എങ്ങനെയാണ്? വെലോസിറ്റി ഹെഡും പ്രഷർ ഹെഡും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന കർവാണ് സ്പെസിഫിക് എനർജി കർവ്. കർവ് ഏതാണ്? കർവ് ACB. ഈ വരച്ചിരിക്കുന്ന ACB എന്ന് പറയുന്ന കർവാണ് എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുന്നത്. അപ്പം ഈ കാണുന്ന ACB കർവാണ് സ്പെസിഫിക് എനർജി കർവ്. ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് E1 = y. ഈ പാരബോളിക് കർവ് എന്ന് പറയുന്നത് E2 = v²/2g. അപ്പോൾ എക്സ് ആക്സിൽ നമ്മൾ എടുത്തിരിക്കുന്ന സ്പെസിഫിക് എനർജിയും y ആക്സിസിൽ എടുത്തിരിക്കുന്ന ഡെപ്ത് ഓഫ് ഫ്ലോയുമാണ്. ഓക്കെ, ഇനി സ്പെസിഫിക് എനർജി മിനിമം ആയിരിക്കുന്ന പോയിൻറ്റിന് നമ്മൾ C എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ആ സിയിലേക്കുള്ള ഡെപ്തിനെ നമ്മൾ YC ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ നമ്മളൊരു പോയിൻ്റ് H കൺസിഡർ ചെയ്തിട്ടുണ്ട് സ്പെസിഫിക് എനർജിയിൽ. ആ സ്പെസിഫിക് എനർജിയിലേക്കുള്ള H എന്ന് പറയുന്ന ആ സ്പെസിഫിക് പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് y2 ആയിട്ടും ദെൻ നമ്മളൊരു പോയിൻ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഈ ഒരു പോയിൻറ്റിലേക്കുള്ള ഡെപ്ത് എന്ന് പറയുന്നത് y1 ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഈ YC എന്ന് പറയുന്നതാണ് ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. y2 എന്ന് പറയുന്നത് സബ് ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് ഫ്ലോ ആൻഡ് y1 എന്ന് പറയുന്നത് സൂപ്പർ ക്രിട്ടിക്കലിൻ്റെ ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. ഓക്കെ, ഇനി എന്താണ് ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് നോക്കാം. ക്രിട്ടിക്കൽ ഡെപ്ത് ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ഡെപ്ത് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് അറ്റ് വിച്ച് സ്പെസിഫിക് എനർജി ഇസ് മിനിമം. സ്പെസിഫിക് എനർജിയുടെ വാല്യൂ മിനിമം ആവുന്ന പോയിൻറ്റിലുള്ള ഡെപ്ത് ഓഫ് ഫ്ലോനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന്. ക്രിട്ടിക്കൽ ഡെപ്ത് ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ഡെപ്ത് ഓഫ് ലിക്വിഡ് അറ്റ് വിച്ച് സ്പെസിഫിക് എനർജി ഇസ് മിനിമം. In specific energy curve ACB, the point C corresponds to minimum energy. The depth of flow of water at C is known as critical depth. ഈ സ്പെസിഫിക് എനർജി കർവ് ACBയിലെ പോയിൻ്റ് C ആണ് മിനിമം സ്പെസിഫിക് എനർജിക്ക് കറസ്പോണ്ട് ചെയ്യുന്ന പോയിൻ്റ്. ആ മിനിമം സിക്ക് കറസ്പോണ്ട് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ ഡെപ്ത് ഓഫ് ഫ്ലോനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പോയിൻ്റ് C എന്ന് പറയുന്നത് മിനിമം സ്പെസിഫിക് എനർജി ഉള്ള പോയിൻ്റാണ്. ആ പോയിൻറ്റിലെ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് YC which is equal to ക്രിട്ടിക്കൽ ഡെപ്ത്. ക്രിട്ടിക്കൽ ഡെപ്ത് എന്താണെന്നും ഈ സ്പെസിഫിക് എനർജി കർവിൽ നമ്മൾ ഏത് പോയിൻ്റ് C എന്ന് പറയുന്നത് മിനിമം സ്പെസിഫിക് എനർജി പോയിൻ്റാണ്. ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് ഓഫ് വാട്ടറിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡെപ്ത് എന്നും വിളിക്കുക. ഓക്കെ, ആ കൂട്ടത്തിൽ ഞാൻ പറയുന്ന സമയത്ത് വേറെ 2 ഡെപ്ത് കൂടി പറഞ്ഞിട്ടുണ്ട്, y1 y2. ആ 2 ഡെപ്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? y1നെയും y2നെയും നമ്മൾ വിളിക്കുന്നതാണ് ആൾട്ടർനേറ്റ് ഡെപ്ത് എന്ന്. The specific energy curve shows that for any given specific energy except minimum specific energy. മിനിമം സ്പെസിഫിക് എനർജീൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് നമ്മൾ എന്തെന്ന് പറഞ്ഞു? ക്രിട്ടിക്കൽ ഡെപ്താണ്. അപ്പോൾ ക്രിട്ടിക്കൽ ഡെപ്തിനെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ മിനിമം സ്പെസിഫിക് എനർജീനെ ഒഴിവാക്കിയിട്ട് ഈ ഒരു സ്പെസിഫിക് എനർജി കർവ്സിൽ ഏതെങ്കിലും ഒരു ഗിവൺ പോയിൻറ്റിൽ എന്തുണ്ടാവും? 2 പോസിബിൾ ഡെപ്ത് പോസിബിളാണ്. 2 പോസിബിൾ ഡെപ്ത് ഉണ്ട്. 1 ലോ സ്റ്റേജ് ഡെപ്തും y1, ഒരു ലോ സ്റ്റേജ് ഡെപ്തും ഒരു ഹൈ സ്റ്റേജ് ഡെപ്ത് y2 ഉണ്ട്. അപ്പോൾ 1 ലോ സ്റ്റേജ് ഡെപ്ത് y1 കറസ്പോണ്ടിങ് ടു ദി പോയിൻറ്റ് G ആൻഡ് ഹൈ സ്ട്രെങ്ത് ഡെപ്ത് y2 കറസ്പോണ്ടിങ് ദി പോയിൻറ്റ് H. ഓക്കെ, ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതാണ് പോയിൻറ്റ് H, ഇതാണ് പോയിൻറ്റ് G. പോയിൻറ്റ് Hന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് എന്ന് പറയുന്നത് y2, പോയിൻറ്റ് Gക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y1. അപ്പോൾ ഇതാണ് ഈ y2 y1 ആണ് ആൾട്ടർനേറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. ഈ ആൾട്ടർനേറ്റ് ഡെപ്ത് നമ്മൾ പറഞ്ഞു ഒന്ന് ലോ സ്റ്റേജ് ഡെപ്തും ഒന്ന് ഹൈ സ്റ്റേജ് ഡെപ്തുമാണ്. ഓക്കെ,
ലോ സ്റ്റേജ് ഡെപ്ത് y1 is smaller than critical depth yc. ഈ ലോ സ്റ്റേജ് ഡെപ്ത് y1 ഫിഗർ നോക്കിയാൽ y1 എന്ന് പറയുന്നത് എന്താണ്, ycനേക്കാൾ ചെറിയൊരു വാല്യൂ ആണ്. ആൻഡ് ഹൈ സ്റ്റേജ് ഡെപ്ത് y2 is greater than critical depth. There are two depths for a given specific energy are called alternate depth. These two depths for a given specific energy are called as alternate depth. അപ്പോൾ നമ്മൾ എന്താണ് ക്രിട്ടിക്കൽ ഡെപ്ത്, എന്താണ് ആൾട്ടർനേറ്റ് ഡെപ്ത് എന്ന് നോക്കി. ഓക്കെ, ഇനി ക്രിട്ടിക്കൽ ഫ്ലോ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ഫ്ലോ അറ്റ് വിച്ച് സ്പെസിഫിക് എനർജി ഈസ് മിനിമം ഓർ ദി ഫ്ലോ കറസ്പോണ്ടിങ് ടു ക്രിട്ടിക്കൽ ഡെപ്ത് ഈസ് ഡിഫൈൻഡ് ആസ് ക്രിട്ടിക്കൽ ഫ്ലോ. എന്താണ് ക്രിട്ടിക്കൽ ഫ്ലോ? ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം സ്പെസിഫിക് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ക്രിട്ടിക്കൽ ഫ്ലോ. അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോനെയാണ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ മിനിമം സ്പെസിഫിക് എനർജിയിലുള്ള ഫ്ലോനെയാണ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോനെയാണ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത്. ദ വെലോസിറ്റി കറസ്പോണ്ടിങ് ടു ദി ക്രിട്ടിക്കൽ ഫ്ലോ ഇസ് കോൾഡ് ക്രിട്ടിക്കൽ വെലോസിറ്റി. ക്രിട്ടിക്കൽ ഫ്ലോയിലെ വെലോസിറ്റിനെ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയും. ആൻഡ് ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ്. ക്രിട്ടിക്കൽ ഫ്ലോയിലെ ഫ്രൗഡ് നമ്പർ എന്ന് പറയുന്ന FR is equal to 1. നമ്മൾ FR കണ്ടുപിടിക്കാൻ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്താ, V/√GD. ഈ ഫ്രൗഡ് നമ്പർ വാല്യൂ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഫ്ലോയിൽ 1 ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് സബ് ക്രിട്ടിക്കൽ ഫ്ലോ. ഞാൻ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സബ് ക്രിട്ടിക്കൽ ഫ്ലോ. സബ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ വെൻ ദി ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻ എ ചാനൽ ഇസ് ഗ്രേറ്റർ ദാൻ ദി ക്രിട്ടിക്കൽ ഡെപ്ത് എന്നാൽ y ഗ്രേറ്റർ ദാൻ yc, ദ ഫ്ലോ ഇസ് സെയ്ഡ് ടു ബി സബ് ക്രിട്ടിക്കൽ. നമ്മൾ നോർമലി സബ് ക്രിട്ടിക്കൽ എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ വാല്യൂനാണ്, അത് ഇൻ ടേംസ്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത് ആണ്. എന്നിട്ടും അതെങ്ങനെ സബ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് വിളിച്ചത്, അവിടെ നമ്മൾ വെലോസിറ്റിൻ്റെ ബേസിലാണ് സബ് ക്രിട്ടിക്കൽ സൂപ്പർ ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. ഡെപ്തിൻ്റെ ബേസിലല്ല ഈ നെയിം വന്നത് സബ് ക്രിട്ടിക്കൽ. ഇവിടെ എന്താണ് വെലോസിറ്റി എന്ന് പറയുന്നത് ഫ്ലോ വെലോസിറ്റി. സബ് ക്രിട്ടിക്കൽ ഫ്ലോയിലെ വെലോസിറ്റി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വെലോസിറ്റിയിലെ ഫ്ലോനേക്കാൾ ചെറിയ വാല്യൂ ആണ്. അതാണ് ഇവിടെ സബ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സബ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത് വെൻ ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻ എ ചാനൽ ഇസ് ഗ്രേറ്റർ ദാൻ ദി ക്രിട്ടിക്കൽ ഡെപ്ത് ഓഫ് ഫ്ലോ ഇസ് സെയ്ഡ് ടു ബി സബ് ക്രിട്ടിക്കൽ. For subcritical flow, the flow velocity is less than critical velocity of flow. അപ്പം for subcritical flow, ഫ്രോഡ് നമ്പർ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സബ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻ എ ചാനൽ ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത്. ഇറ്റ് ഈസ് y ഗ്രേറ്റർ ദാൻ yc. ദ ഫ്ലോ ഇസ് സെയ്ഡ് ടു ബി സബ് ക്രിട്ടിക്കൽ. വെലോസിറ്റി എന്ന് പറയുന്നത് v എന്ന് പറയുന്നത് ലെസ് ദാൻ vc. സബ് ക്രിട്ടിക്കൽ ഫ്ലോയിൽ ഫ്രോഡ് നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ഓർ ഷൂട്ടിംഗ് ഓർ ടൊറൻഷ്യൽ ഫ്ലോ എന്ന് പറയും സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. വെൻ ദി ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻ ചാനൽ ഇസ് ലെസ് ദാൻ ദി ക്രിട്ടിക്കൽ ഡെപ്ത്. ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാൾ ചാനൽ ഡെപ്ത് ഫ്ലോ എന്ന് പറയുന്നത് കുറവാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫ്ലോനെ പറയുന്നതാണ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന്. ഫോർ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ദ വെലോസിറ്റി ഈസ് മോർ ദാൻ ക്രിട്ടിക്കൽ വെലോസിറ്റി ഓഫ് ഫ്ലോ. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ക്രിട്ടിക്കൽ വെലോസിറ്റിനേക്കാൾ വലിയ വാല്യൂ ആയിരിക്കും. ഫോർ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ഫ്രോഡ് നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ 1. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ കേസിൽ ഫ്രോഡ് നമ്പർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. സബ് ക്രിട്ടിക്കൽ ഫ്ലോയിൽ ഫ്രോഡ് നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. ക്രിട്ടിക്കൽ ഫ്ലോയിൽ ഫ്രോഡ് നമ്പർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കണേ, ഈ ഫ്രോഡ് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രൗഡ് നമ്പർ നിങ്ങൾ മുന്നത്തെ മൊഡ്യൂളിൽ പഠിച്ചതായിരിക്കും, എന്നാലും ഇതിലൊന്നുകൂടി പറയുകയാണ്. ഫ്രൗഡ് നമ്പർ എന്ന് പറഞ്ഞത് എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി ഫോഴ്സ് റിലേറ്റീവ് ടു ഇനർഷ്യ ഫോഴ്സ് ക്യാൻ ബി represented by a dimensionless number called Froude number FR. Froude number കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് FR is equal to V/√GD. ഇവിടെ L എന്ന് കാണിച്ചിരിക്കുന്നത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള D, ഹൈഡ്രോളിക് ഡെപ്ത് ആണ് D. പിന്നെ ഈ ഒരു ഫ്രൗഡ് നമ്പറിൻ്റെ ബേസിലാണ് നമ്മൾ ആരൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ക്രിട്ടിക്കൽ ഫ്ലോ, സബ് ക്രിട്ടിക്കൽ ഫ്ലോ, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോനെ ഫ്രൗഡ് നമ്പറിൻ്റെ ബേസിലാണ്, ഫ്രൗഡ് നമ്പർ വാല്യൂ ബേസിലാണ് നമ്മൾ ഓരോ ഫ്ലോ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ക്രിട്ടിക്കലും സബ് ക്രിട്ടിക്കൽ സൂപ്പർ ക്രിട്ടിക്കൽ.
അതും ആലോചിച്ച് വെക്കട്ടെ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. എ 3 meter wide rectangular channel conveys 12 meter cube per second of water at depth of 2 meter. Calculate specific energy, critical depth, minimum specific energy, Froude number and comment the nature of flow. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കുലർ ചാനലാണ് 3 meter വൈഡ്, കൺവേ ചെയ്യുന്നത് 12 meter cube per second ആണ്. ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. ഓക്കെ, ഡെപ്ത് എന്ന് പറയുന്നത് 2 meter ആണ്. സ്പെസിഫിക് എനർജി, ക്രിട്ടിക്കൽ ഡെപ്ത്, മിനിമം സ്പെസിഫിക് എനർജി, Froude നമ്പർ ആൻഡ് കമൻറ്റ് ഓൺ ദി നാച്ചർ ഓഫ് ഫ്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഗിവൺ ഡീറ്റെയിൽസ് എഴുതാം. വിഡ്ത്ത് ഓഫ് ചാനൽ ബി എന്ന് പറയുന്നത് 3 meter തന്നിട്ടുണ്ട്. ഡിസ്ചാർജ് ക്യൂ എന്ന് പറയുന്നത് 12 meter cube per second. ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് 12 meter ആണ്. നമുക്കറിയാം സ്പെസിഫിക് എനർജി ഈസ് ഈക്വൽ ടു y പ്ലസ് വി സ്ക്വയർ ബൈ 2g ആണ്. ഇറ്റ് ഈസ് y പ്ലസ് ക്യൂ സ്ക്വയർ ബൈ 2g a സ്ക്വയർ. ഏരിയ എന്ന് പറയുന്നത് എന്താ, ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത്, 3 × 2 6. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ y എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 2 meter തന്നിട്ടുണ്ട്. അപ്പോൾ 2 പ്ലസ് ക്യൂ എന്ന് പറയുന്നത് 12 meter ക്യൂബ്, 12 സ്ക്വയർ. നമ്മൾ വി സ്ക്വയർ എന്നുള്ളത് എങ്ങനെ എഴുതി, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ. അതാണ് അങ്ങനെ വന്നത്. 12 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × 9.81 × 6 സ്ക്വയർ ചെയ്താൽ സ്പെസിഫിക് എനർജി 2.203 എന്ന് കിട്ടും. മീറ്റർ ആട്ടോ യൂണിറ്റ്. സ്പെസിഫിക് എനർജി യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ പെർ മീറ്റർ എന്ന് വരും. ഇസ് ഈക്വൽ ടു മീറ്റർ. ആൻഡ് ദെൻ ക്രിട്ടിക്കൽ ഡെപ്ത്ത്. ക്രിട്ടിക്കൽ ഡെപ്ത്ത് നിങ്ങൾ റെക്റ്റാങ്കുലർ ചാനലിൻ്റെ ക്രിട്ടിക്കൽ ഡെപ്ത്ത് ഇക്വേഷൻ YC എന്ന് പറയുന്നത് ക്യൂ സ്ക്വയർ ബൈ ബി സ്ക്വയർ ജി റേസ് ടു 1/3 ആണ്. ഇക്വേഷൻ റെക്റ്റാങ്കുലർ ചാനലിലെ ക്രിട്ടിക്കൽ ഡെപ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ YC എന്ന് പറയുന്നത് ക്യൂ സ്ക്വയർ ബൈ ബി സ്ക്വയർ ജി ഓൾ റേസ് ടു 1/3. That is 12 square divided by 3 square into 9.81 raised to 1/3. അത് ചെയ്യുമ്പോൾ നമുക്ക് 1.177 മീറ്റർ. നമ്മളെ ക്വസ്റ്റ്യനിൽ ഡെപ്ത് ഓഫ് ഫ്ലോ തന്നിട്ടുള്ളത് y = 2 meter ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ 1.177 മീറ്റർ ആണ്. എന്നാൽ y ഗ്രേറ്റർ ദാൻ YC ഏതാണ് കേസ്, സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. ഇവിടെ നിങ്ങളടുത്ത് കമൻറ്റ് ഓൺ ദി നാച്ചർ ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ നമ്മുടെ നാച്ചർ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. അതും കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുണ്ട്, Froude നമ്പർ കണ്ടുപിടിക്കണം. മിനിമം സ്പെസിഫിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈ മിനിമം എന്ന് പറയുന്നത് 3/2 YC. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. മിനിമം സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3/2 × YC ആണ്. ഇറ്റ് ഈസ് YC നമുക്ക് 1.177 കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 3/2 × 1.77 വിച്ച് ഈസ് ഈക്വൽ ടു 1.765. ഇനി നമ്മൾക്ക് Froude നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. Froude നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് FR is equal to V/√GD. D എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഡെപ്ത് ആണ്, A ഡിവൈഡഡ് ബൈ T. നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് റെക്റ്റാങ്കുലർ ചാനലിൻ്റെ A is equal to T ആണ്. അപ്പോൾ നമ്മൾ B is equal to T. അപ്പോൾ ഇക്വേഷൻ എന്തായി, B × Y ഡിവൈഡഡ് ബൈ B. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ഹൈഡ്രോളിക് ഡെപ്ത് D എന്ന് പറയുന്നത് ഈക്വൽ ടു Y, നമ്മുടെ ഡെപ്ത് ഓഫ് ഫ്ലോന് ഈക്വലായി. ഇനി V എന്ന് പറയുന്നത് Q/A ആണ്. Q ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 12 meter cube per second ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടി 6. അപ്പോൾ V 2 meter per second എന്ന് കിട്ടും. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മളെ Froude നമ്പർ എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ √9.81 × 2 0.451. Froude നമ്പർ എന്ന് പറയുന്നത് എന്താണ്, <1 ആണ്. <1 വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലോ സബ് ക്രിട്ടിക്കൽ ഫ്ലോ. അപ്പോൾ നമ്മൾ നാച്ചുറൽ കമൻറ്റ് ചെയ്യാൻ ഒന്നെങ്കിൽ Froude നമ്പറിൻ്റെ വാല്യൂ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ക്രിട്ടിക്കൽ ഡെപ്തും നമ്മുടെ ഡെപ്ത് ഓഫ് ഫ്ലോയും കമ്പയർ ചെയ്യാം. ഇനി നോക്കാനുള്ളത് ക്രൈറ്റീരിയ ഫോർ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ. ക്രൈറ്റീരിയൻ നമുക്കറിയാം, ഈ വാല്യൂ എന്ന് പറയുന്നത് y + v സ്ക്വയർ ബൈ 2g ആണ്. v എന്ന് പറയുന്നത് q/a. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y + q സ്ക്വയർ 2g/a സ്ക്വയർ. ഫോർ ക്രിട്ടിക്കൽ ഫ്ലോ ദ സ്പെസിഫിക് എനർജി ഷുഡ് ബി മിനിമം. എന്നാൽ ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ കേസിൽ എന്താ, മിനിമം സ്പെസിഫിക് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്തിനെയാണ് ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ കേസിൽ സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ഫോർ എ ഗിവൺ ഡിസ്ചാർജ് E എന്ന് പറയുന്നത് ഈസ് എ ഫങ്ഷൻ ഓഫ് y. ഫോർ മിനിമം സ്പെസിഫിക് എനർജി DE/dy എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദിസ് DE/dy എന്ന് പറയുന്നത് എന്താ, D/dy ഓഫ് E എന്ന് പറയുന്നത് y + q സ്ക്വയർ ബൈ 2g/a സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 1 + q സ്ക്വയർ ബൈ 2g
ഇൻറ്റു മൈനസ് 2/a³ ഇൻറ്റു dA/dy വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇറ്റ് ഈസ് 1 മൈനസ് q² dA/dy ഇസ് ഈക്വൽ ടു 0. ഈ 2 ക്യാൻസലായി, ഇവിടെ മൈനസ് വന്നു. ഓക്കെ, നമ്മൾ മുന്നേ ഇതുപോലെ dA എന്ന് പറയുന്നത് t ഇൻറ്റു dy ആണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ dA/dy എന്ന് പറയുന്നത് t ആയിട്ട് എഴുതാം. ഈ ഫിഗർ നോക്കുക, നമുക്ക് ഇതാണ് ടോപ്പ് എടുത്ത് നമ്മളൊരു സ്മോൾ എലമെൻ്റൽ ഏരിയ കൺസിഡർ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് dA, ഈ ഒരു തിക്നെസ് എന്ന് പറയുന്നത് dy. അപ്പോൾ dA എന്ന് പറയുന്നത് എന്താ, t ഇൻറ്റു dy ആണ്. അങ്ങനെയാണ് dA is equal to t ഇൻറ്റു dy, dA/dy equal to t. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ മാറും. 1 is equal to q² t/g/a³ എന്നായി. ആ ഒരു ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1 is equal to q² t/g/a³ ആണ്. അതിന് നമ്മൾ q²/g is equal to a³/t. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് എന്ത് കണ്ടീഷൻ എന്ന് പറയുന്നത്? ദിസ് ഈസ് ദ ജനറൽ കണ്ടീഷൻ ഫോർ മിനിമം സ്പെസിഫിക് എനർജി ഓഫ് ഫ്ലോ ഇൻ ഓപ്പൺ ചാനൽ. ഓപ്പൺ ചാനലിലെ മിനിമം സ്പെസിഫിക് എനർജി കണ്ടീഷൻ എന്ന് പറയുന്നത് q²/g is equal to a³/t. ഇമ്പോർട്ടൻറ്റ്. ഫ്രോഡ് നമ്പറിലേക്ക് കൊണ്ടുവന്നതാണ്, ഫ്രോഡ് നമ്പറിൻ്റെ വാല്യൂയിലേക്ക് കൊണ്ടുവന്നതാണ്. നമ്മൾ നേരത്തെ പഠിച്ച ഫ്രോഡ് നമ്പർ ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് ക്രിട്ടിക്കൽ ഫ്ലോ. അപ്പോൾ വി നോ q ഈക്വൽ ടു AV. സോ ഈ ഒരു ഇക്വേഷൻ q² എന്നുള്ള a² v²/g is equal to a³/t. v²/g എന്ന് പറയുന്നത് a/t. ഈ a² ഇങ്ങോട്ട് വന്നു. അപ്പോൾ a³ a × t എന്നായി. a³ a × t സോൾവ് ചെയ്താൽ v²/g എന്ന് പറയുന്നത് a/t. v²/g a/t എന്ന് പറഞ്ഞാൽ ഡെപ്ത്, ഹൈഡ്രോളിക് ഡെപ്ത് ആണെന്നറിയാം. ദാറ്റ് ഈസ് v²/g is equal to d. ഇതിന്ന് v ഈക്വൽ ടു √gd എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ √gd ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, എന്തായി, v ഇൻറ്റു √gd is equal to 1. ഈ ഇക്വേഷൻ ആരാണ്? FR ആണ്. നമ്മളെ ഫ്രോഡ് നമ്പർ ഈക്വൽ ടു 1. സോ അറ്റ് ക്രിട്ടിക്കൽ കണ്ടീഷൻ ഫ്രോഡ് നമ്പർ is equal to flow. Critical state of flow is defined as the rate of flow at which specific energy is minimum for a given discharge. ഇനി നമുക്ക് ഇ മിനിമം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഇ മിനിമം എന്ന് പറയുന്നത് yc + d/2. നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇ മിനിമം എന്ന് പറയുന്നത് yc + d/2 ആണ്. നമ്മൾ അതിനിവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുമ്പോൾ ഇ മിനിമം എന്ന് പറയുന്നത് yc + ½ a/t എന്ന് കിട്ടും. മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ റെക്റ്റാങ്കുലർ ചാനലാണ് നോക്കിയിരുന്നത്. അപ്പോൾ റെക്റ്റാങ്കുലർ ചാനലിൽ എയുടെ വാല്യൂം ടിയുടെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ലാസ്റ്റ് കിട്ടിയ ആൻസറാണ് ഈ മിനിമം എന്ന് പറയുന്നത് 3/2 yc. ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് സ്പെസിഫിക് എനർജി. അപ്പം സ്പെസിഫിക് എനർജിയുടെ ഒരു ഗിവൺ വാല്യൂവിൽ മാക്സിമം ഡിസ്ചാർജിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. ഇ എന്ന് പറയുന്നത് y + q²/2ga² ആണ്. അപ്പോൾ ഈ y ഇങ്ങോട്ട് കൊണ്ടുവന്നു. e - y is equal to q²/2aga². ദാറ്റ് ഈസ് q² is equal to എങ്ങനെ എഴുതാം? 2ga² × e - y. ദാറ്റ് ഈസ് q is equal to √2g. a² റൂട്ട് a √e - y. ഇക്വേഷൻ നമ്പർ 1. q മാക്സിമം ആകുമ്പം ഫോർ q മാക്സിമം വെൻ e കോൺസ്റ്റൻറ്റ്, q ഈസ് ദ ഫങ്ഷൻ ഓഫ് y ഓൺലി. q മാക്സിമം ആകുമ്പം e എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. q എന്ന് പറയുന്നത് y-ൻ്റെ ഫങ്ഷൻ മാത്രമായിരിക്കും. സോ dq/dy, d ഡിസ്ചാർജ് വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ d/dy is equal to √2g × a × √e - y equal to 0 കിട്ടും. ഇറ്റ് ഈസ് √2g കോൺസ്റ്റൻറ്റ് ഔട്ട്സൈഡ് എടുത്തു. d/dy ഓഫ് a × √e y. നമ്മൾ പ്രൊഡക്റ്റ് റൂളാണ്, ഡിഫറൻസിയേഷനിലുള്ള പ്രൊഡക്റ്റ് റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ആ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a × 1/2 ഓഫ് e - y raised to -1/2 ഇൻറ്റു ഒരു -1 പ്ലസ് റൂട്ട് ഓഫ് e - y ഇൻറ്റു dA/dy is equal to 0. ദാറ്റ് ഈസ് a/2 √e y e - y is equal to √e - y ഇൻറ്റു dA/dy. dA/dy എന്ന് പറയുന്നത് എന്താണ്? t ആണ്. ഇറ്റ് ഈസ് a/2
റൂട്ട് ഇ മൈനസ് വൈ ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു റൂട്ട് ഇ മൈനസ് വൈ. അപ്പോൾ എ ഇസ് ഈക്വൽ ടു 2t ഇൻറ്റു ഇ മൈനസ് വൈ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇ മൈനസ് വൈ എന്ന് പറയുന്നത് നമുക്ക് എ ബൈ 2t. ഇത് നമ്മൾ ഈ കിട്ടിയ എ ഇസ് ഈക്വൽ ടു 2t എന്നുള്ളത് ഇക്വേഷൻ 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് എക്ക്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താ, ക്യൂ ഇസ് ഈക്വൽ ടു റൂട്ട് 2g ഇൻറ്റു എ ഇൻറ്റു റൂട്ട് എ ബൈ 2t. ഇനി ഇതിനെ സ്ക്വയർ ചെയ്താൽ ഈ റൂട്ട് സ്ക്വയർ റൂട്ട് പോകും. അപ്പോൾ ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2g എ സ്ക്വയർ ഇൻറ്റു എ ബൈ 2t. അതിന് നമുക്ക് എന്ത് എഴുതാം, ക്യൂ സ്ക്വയർ ബൈ ജി ഇസ് ഈക്വൽ ടു എ ക്യൂ ബൈ ടി. അപ്പോൾ മാക്സിമം ഡിസ്ചാർജിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ക്യൂ സ്ക്വയർ ബൈ ജി ഇസ് ഈക്വൽ ടു എ ക്യൂ ബൈ ടി. ഈ ഇക്വേഷൻ നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടിട്ടുണ്ടാവും. എന്തിൻ്റെ കണ്ടീഷനായിട്ടാണ് കണ്ടിട്ടുള്ളത്, മിനിമം സ്പെസിഫിക് എനർജിയുടെ കണ്ടീഷനായിട്ട് കണ്ടിട്ടില്ലേ? Okay, condition for maximum discharge at given value of specific energy is equal to the condition for minimum specific energy at a given discharge. അപ്പോൾ കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഗിവൺ വാല്യൂ ഓഫ് സ്പെസിഫിക് എനർജിയിലെ മാക്സിമം ഡിസ്ചാർജിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് മിനിമം സ്പെസിഫിക് എനർജി കണ്ടീഷൻ അറ്റ് ഗിവൺ ഡിസ്ചാർജിന് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ക്യൂ സ്ക്വയർ ബൈ ജി ഈക്വൽ ടു എ ക്യൂ ബൈ ടി. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ നമുക്ക് സമ്മറൈസ് ചെയ്തിട്ട് എന്ത് പറയാം, ഫോർ എ ഗിവൺ സ്പെസിഫിക് എനർജി ദ ഡിസ്ചാർജ് ഇസ് മാക്സിമം വെൻ ഫ്ലോ ഇസ് ക്രിട്ടിക്കൽ. ഫ്ലോ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആണെങ്കിൽ അവിടെ ഡിസ്ചാർജ് മാക്സിമം ആണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഫോർ എ കോൺസ്റ്റൻറ്റ് സ്പെസിഫിക് എനർജി 1.8 ന്യൂട്ടൺ മീറ്റർ പെർ ന്യൂട്ടൺ കാൽക്കുലേറ്റ് ദ മാക്സിമം ഡിസ്ചാർജ് ദാറ്റ് മേ ഒക്കർ ഇൻ ദ റെക്ടാങ്കുലർ ചാനൽ ഓഫ് 5 മീറ്റർ വൈഡ്. അപ്പോൾ ഇവിടെ നമ്മളടുത്ത് മാക്സിമം ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മളെ ഇക്വേഷൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു, ക്യൂ സ്ക്വയർ ബൈ ജി ഇസ് ഈക്വൽ ടു എ ക്യൂ ബൈ ടി. നമുക്ക് സ്പെസിഫിക് എനർജി 1.8 ന്യൂട്ടൺ മീറ്റർ പെർ ന്യൂട്ടൺ തന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 1.8 മീറ്റർ. വിഡ്ത്ത് ഓഫ് ചാനൽ എന്ന് പറയുന്നത് 5 മീറ്റർ. നമ്മുടെ കണ്ടീഷൻ ഫോർ എ ഗിവൺ സ്പെസിഫിക് എനർജി ദ ഡിസ്ചാർജ് ഇൻ എ ഗിവൺ ചാനൽ സെക്ഷൻ ഈസ് മാക്സിമം വെൻ ദി ഫ്ലോ ഈസ് ഇൻ ക്രിട്ടിക്കൽ സ്റ്റേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അറ്റ് ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ ഫോർ റെക്ടാങ്കുലർ ചാനൽ ഈ മിനിമം എന്ന് പറയുന്നത് 3/2 ഇൻറ്റു ഐ സി. ഈ മിനിമത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച് നമുക്കിനി എന്ത് വേണം, ക്രിട്ടിക്കൽ ഡെപ്ത്ത് കണ്ടുപിടിക്കണം. ഡിസ്ചാർജ് ആ ക്രിട്ടിക്കൽ ഡെപ്ത്ത് എന്ന് പറയുന്നത് എന്താ, ഈ മിനിമത്തിൻ്റെ വാല്യൂ 1.8 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ഇസ് 1.8 ഇസ് ഈക്വൽ ടു 3/2 ഇൻറ്റു വൈ സി. അപ്പോൾ വൈ സി ഇസ് ഈക്വൽ ടു 1.2 മീറ്റർ എന്ന് കിട്ടി. ഇനി കണ്ടീഷൻ ഫോർ ക്രിട്ടിക്കൽ ഫ്ലോ, ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ കണ്ടീഷൻ എന്താ, ക്യൂ സ്ക്വയർ ബൈ ജി ഇസ് ഈക്വൽ ടു എ ക്യൂ ബൈ ടി. ഇനി നമുക്കിനി ഡിസ്ചാർജ് അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇതൊന്ന് ക്യൂ സ്ക്വയർ ബൈ ജി ഇസ് ഈക്വൽ ടു എ ക്യൂ ബൈ ടി എന്ന് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, ബി ക്യൂബ് ഇൻറ്റു വൈ സി ക്യൂബ്. നമ്മൾ ഇവിടെ വൈ സി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് വേണം, വൈ സി വേണം. അതിനാണ് ഇവിടെ വൈ സി കണ്ടുപിടിച്ചത്. ഈ മിനിമത്തിൽ നിന്ന് വൈ സി കണ്ടുപിടിച്ചു. ദറ്റ് ഈസ് ബി ക്യൂബ് ഇൻറ്റു വൈ സി ക്യൂബ് ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി ബൈ ടി. ബി ബൈ ടി എന്ന് പറയുന്നത് ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായി, ബി എന്ന് പറയുന്നത് നമ്മൾ ഈക്വൽ ടു ടി പറഞ്ഞിട്ടില്ലേ. ദർഫോർ ഈ ബി ക്യൂബും ടിയും ക്യാൻസലായി. ഇക്വേഷൻ ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ വൈ സി ക്യൂബ് ഇൻറ്റു ജി. അപ്പം ക്യൂ എന്ന് പറയുന്നത് റൂട്ട് ജി ഇൻറ്റു ബി ഇൻറ്റു വൈ സി റേസ് ടു 3/2. ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 20.586 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും ഡിസ്ചാർജ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, എ 2.5 മീറ്റർ വൈഡ് റെക്ടാങ്കുലർ ചാനൽ ഹാസ് എ സ്പെസിഫിക് എനർജി ഓഫ് 1.5 മീറ്റർ വെൻ ക്യാരിയിങ് എ ഡിസ്ചാർജ് ഓഫ് 6.48 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. കാൽക്കുലേറ്റ് ദി ആൾട്ടർനേറ്റ് ഡെപ്ത് ആൻഡ് കറസ്പോണ്ടിങ് ഫ്ലൂയിഡ് നമ്പർ. അപ്പോൾ നമുക്ക് ഇവിടെ സ്പെസിഫിക് എനർജി തന്നിട്ടുണ്ട്, സ്പെസിഫിക് എനർജി കണ്ടുപിടിക്കണം. സ്പെസിഫിക് എനർജി തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞ ആൾട്ടർനേറ്റ് ഡെപ്ത് എന്നാൽ y1 y2 ആൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്ലൂയിഡ് നമ്പേഴ്സും കണ്ടുപിടിക്കണം. അപ്പോൾ ഗിവൺ ഡാറ്റാസ് എന്താ, വിഡ്ത്ത് ഓഫ് ചാനൽ ബി എന്ന് പറയുന്നത് 2.5 മീറ്റർ തന്നിട്ടുണ്ട്. സ്പെസിഫിക് എനർജി ഇ എന്ന് പറയുന്നത് 1.5 മീറ്റർ, ക്യൂ എന്ന് പറയുന്നത് 6.48 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്താ തന്നിട്ടുണ്ട്. നമുക്ക് ഇ എന്ന് പറയുന്നത് വൈ പ്ലസ് വി സ്ക്വയർ ബൈ 2g ആണെന്ന് അറിയാം. വൈ ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു 2g. ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, ബി ഇൻറ്റു വൈ. ആൾട്ടർനേറ്റ് ഡെപ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ആൾട്ടർനേറ്റ് ഡെപ്ത്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പെസിഫിക് എനർജി തന്നിട്ടുണ്ട്, ഏരിയയും വെലോസിറ്റി എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1.5 പ്ലസ് വൈ പ്ലസ് 6.48 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81 ഇൻറ്റു 2.5 ഇൻറ്റു വൈ. വൈ വാല്യൂ നമുക്കറിയില്ല, സോ വൈ സ്ക്വയർ എന്നിട്ട് ഇതിനെങ്ങനെ എഴുതാം, 1.5 ഇസ് ഈക്വൽ ടു ആണ് ഈക്വൽ ടു
y plus 41.99 divided by 122.625 into y2. It is 1.5 is equal to y plus 0.3424 by y square. ഇനി ഇതിനെ ത്രൂ ഔട്ട് വൈ സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.5 വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ ക്യൂബ് പ്ലസ് 0.3424 എന്ന് കിട്ടി. ഇവിടുത്തെ വൈ സ്ക്വയറും ഇൻറ്റു വൈ സ്ക്വയറും കൂടി ക്യാൻസലായിട്ട് ഒരു ക്യൂബിക്കൽ ഇക്വേഷനായി. വൈ ക്യൂബ് ഇസ് മൈനസ് 1.5 വൈ സ്ക്വയർ പ്ലസ് 0.3424 ഈക്വൽ ടു 0. ഈ ക്യൂബിക്കൽ ഇക്വേഷൻ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് വാല്യൂസ് കിട്ടും. y1 is equal to 1.296 y2 is equal to 0.625 y3 is equal to minus 0.422. ഇതിൽ ഈ രണ്ട് വാല്യൂസ് എടുക്കുക. ഇതാണ് നമ്മളുടെ ആൾട്ടർനേറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആൾട്ടർനേറ്റ് ഡെപ്ത്സ് കണ്ടുപിടിച്ചു. ആൾട്ടർനേറ്റ് ഡെപ്ത്സ് ആ y1 is equal to 1296 മീറ്റർ y2 is equal to 0.625. ഇനി നമുക്ക് ഈ ആൾട്ടർനേറ്റ് ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തുകൂടി കണ്ടുപിടിക്കണം? ഫ്രൗഡ് നമ്പർ കൂടി കണ്ടുപിടിക്കണം. റെക്റ്റാങ്കുലർ ചാനലിന് നമുക്കറിയാം ഫ്രൗഡ് നമ്പർ വാല്യൂ എന്ന് പറയുന്നത് v/√g ഇൻറ്റു d ആണ്. നമ്മൾ മുന്നേ കണ്ടുപിടിച്ചു d എന്ന് പറയുന്നത് എന്ത് ഈക്വലാണ്? വൈക്ക് ഈക്വലാണ്. എങ്ങനെ കിട്ടിയത്? d is equal to a/t ആണ്. a എന്ന് പറയുന്നത് b ഇൻറ്റു y/p. അപ്പോൾ b ക്യാൻസൽ ചെയ്തു. d is equal to y. അങ്ങനെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. q/a ഇൻറ്റു √gy. ഒന്നെങ്കിൽ നിങ്ങൾ വെലോസിറ്റി സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് കണ്ടുപിടിക്കുക. അപ്പം ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഡെപ്ത് y1ന് വരുന്ന ഫ്രൗഡ് നമ്പർ കണ്ടുപിടിക്കണം. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. y1 എന്ന് പറയുന്നത് 1.296. അപ്പോൾ ഫ്രൗഡ് നമ്പർ FR1, y1ന് കറസ്പോണ്ടിങ് ഫ്രൗഡ് നമ്പർ FR1 q/b ഇൻറ്റു y1 ഇൻറ്റു √gy1 ചെയ്യുമ്പം 0.56 കിട്ടും. ഫ്രൗഡ് നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. സോ ആ ഫ്ലോ എന്ന് പറയുന്നത് സബ് ക്രിട്ടിക്കലാണ്. ഇനി ഫോർ ഡെപ്ത് y2 എന്ന് പറയുന്നത് 0.625 ആണ്. ഇതേപോലെ ഇക്വേഷനിൽ q ഡിവൈഡഡ് ബൈ b ഇൻറ്റു y2 ഇൻറ്റു √g ഇൻറ്റു y2 ചെയ്ത ഫ്രൗഡ് നമ്പർ 1.674 ഗ്രേറ്റർ ദാൻ 1 ഫ്ലോ എന്ന് പറയുന്നത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ.